ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജീവശാസ്ത്രമാണ്. ഓക്കെ, നമ്മുടെ സിലബസിലെ ജീവശാസ്ത്രത്തിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി എല്ലാവർക്കും പൊതുവെ വരുന്നൊരു ഡൗട്ടാണ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ എവിടെ തൊട്ട് തുടങ്ങും? നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള കോശങ്ങൾ മുതൽ, കോശങ്ങൾ ചേർന്ന് പിന്നീട് എന്തായിട്ടാ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ, അപ്പം നിങ്ങൾ അതെല്ലാം പഠിക്കണം. പിന്നീട് അവയവങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം, അവയവ വ്യവസ്ഥകളും നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ ഇതെല്ലാം പഠിച്ചു വരുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ കോശത്തിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഇതിലാദ്യം കാണിക്കുന്നത് കുറച്ച് PYQs ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs ആണ്. ഓക്കെ, ആദ്യം എന്താണ്, റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോശത്തിൻ്റെ ഊർജ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫെനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് എന്നൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, PYQs ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള PYQs ആണ്. ഇതിൻ്റെയൊക്കെ ആൻസറിലേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ജീവശാസ്ത്രം, നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ഏതാണ്, ജീവശാസ്ത്രമാണ്. ഇംഗ്ലീഷിൽ ബയോളജി എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ജീവശാസ്ത്രം? ഓക്കെ, ജീവികളെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവികളെക്കുറിച്ചുള്ള ആ ഒരു പഠനത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, മറക്കരുത്. ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇനി ബയോളജി എന്ന പദം നമുക്കറിയാം, ജീവശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ബയോളജി ആണ്. ഈ ബയോളജി എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ലാമാർക്ക്. എന്താണ്? ലാമാർക്ക്. ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ലാമാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ? ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി. ഇനി ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ ബയോളജി എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലാമാർക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്നത് തന്നെയാണ്, എന്നാലും നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങി പഠിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? നമ്മൾ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. എന്താണ്? ആദ്യം സുവോളജി, പിന്നെ ഏതാണ്? ബോട്ടണി. അങ്ങനെ +1 +2 നമ്മൾ പഠിക്കാറില്ലേ? ബോട്ടണി, സുവോളജി എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ആദ്യം സുവോളജി. സുവോളജി എന്താണെടാ? നമ്മൾ സൂവിൽ പോകുന്ന ആരെ കാണാനാ? ജന്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. സുവോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുശാസ്ത്രമാണ് അല്ലേ? ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, സുവോളജി എന്ന് പറയുന്നത്. ഓക്കെ, ജന്തുശാസ്ത്രമാണ്. ജന്തുക്കളെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, സുവോളജി എന്ന് പറയുന്നത്. ഇനി ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ്, നമ്മൾ നേരത്തെ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണെന്ന് പഠിച്ചു. ഇനി ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഓക്കെ, അവിടെ ഡൗട്ടൊന്നും വരണ്ട. എന്താണ്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും അതാരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ഓക്കെ, ഇനി സസ്യശാസ്ത്രം. ഓക്കെ, സസ്യശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണ്? ബോട്ടണിയാണ്. ഓക്കെ, ബോട്ടണി എന്താണ്? സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്, സസ്യശാസ്ത്രം അല്ലെങ്കിൽ ബോട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്?
തിയോഫ്രാസ്റ്റസ്. ആരാണ്? തിയോഫ്രാസ്റ്റസ്. അവിടെ അരിസ്റ്റോട്ടിൽ എന്ന് വിചാരിക്കരുത്. ജീവശാസ്ത്രത്തിൻ്റെയും അതുപോലെ ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവാണ് അരിസ്റ്റോട്ടിൽ. പക്ഷേ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അവിടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? തെറ്റിച്ച് വയ്ക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണടാ? ജന്തുശാസ്ത്രവും അതുപോലെ സസ്യശാസ്ത്രവും. അതിൽ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അതാരാണ്? വില്യം റോക്സ്ബർഗ്. ആരാണ്? വില്യം റോക്സ്ബർഗ്. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇനി ഇതാണ് PSC ചോദിക്കണമെങ്കിൽ നമുക്ക് ഉത്തരം അറിയണ്ടേ? ഓക്കെ, സോ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വില്യം റോക്സ്ബർഗ്. ഓക്കെ, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യം കോശങ്ങളെ പറ്റി പഠിക്കും, കോശത്തിനകത്തുള്ള കോശാംഗങ്ങളെയും അവരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. പ്ലാന്റ് സെല്ലിനെ പറ്റിയും അനിമൽ സെല്ലിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ എന്ത് പഠിക്കും? ടിഷ്യൂസിനെ പറ്റി, കലകളെ പറ്റി പഠിക്കും. പിന്നെ നമ്മൾ അവയവങ്ങളെ പറ്റി പഠിക്കും, അവയവ വ്യവസ്ഥയെ പറ്റി പഠിക്കും. ഓക്കെ, ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്, ഇതിൻ്റെ എല്ലാം ആദ്യം എവിടെ നിന്നാണ്? കോശത്തിൽ നിന്നാണല്ലേ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവിടെ തൊട്ട് പഠിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, കോശം അല്ലെങ്കിൽ സെൽ, ഇംഗ്ലീഷിൽ സെൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെയാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിന് താഴേക്ക് ഇനി ഒന്നുമില്ല. ഓക്കെ, കോശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കോശങ്ങളാണ് പിന്നീട് കലകളായി മാറുന്നതും പിന്നീട് അവയവ വ്യവസ്ഥയൊക്കെ ഉണ്ടാവുന്നതും. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് ഏതാണ്? ആൻസർ സെല്ലാണ് അല്ലെങ്കിൽ കോശം. ഓക്കെ, ഇനി ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. അതിപ്പോൾ സൂക്ഷ്മ ജീവികളായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ആരുടെ കാര്യം എടുത്താലും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണെടാ? കോശമാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? കോശം ആണ്. ഓക്കെ, മറക്കില്ലല്ലോ. ഇനി മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു ആനേനെ എടുക്കുകയാണ്. ആനേനെ എടുക്കുന്നു, ഉറുമ്പിനെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവയുടെ എല്ലാം ശരീരത്തിലെ കോശങ്ങൾ എങ്ങനെയായിരിക്കും? ഉറുമ്പിൻ്റെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ആനയെ വെച്ച് നോക്കുമ്പോൾ അല്ലെ, ആനയുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്, കോടിക്കണക്കിന് കോശങ്ങളുണ്ടാവും. അപ്പോൾ കോശങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആ ജീവിയുടെ വലിപ്പം എന്തായിരിക്കും? കൂടും. ഓക്കെ, അതുപോലെ ഇവിടെ പറയുന്നതാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി എന്താണ്? ഇനി നമ്മൾ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും അവരെന്തൊക്കെ സംഭാവനകളാണ് ഈ ഒരു കോശത്തെ കണ്ടുപിടിച്ചത്, അങ്ങനെ പല പല സംഭാവനകൾ പല ശാസ്ത്രജ്ഞന്മാരും കൊടുത്തിട്ടുണ്ട്. അവരെ പറ്റിയൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോവാണ്. PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാനും തെറ്റിക്കാനും ഒക്കെ സാധ്യതയുള്ള മേഖലകൾ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിങ്ങൾ ആ ഒരു പഠിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏത് ചോദിച്ചാലും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യം തന്നെ റോബർട്ട് ഹുക്ക്. ഓക്കെ, ആദ്യത്തെ ആളാരാണ്? റോബർട്ട് ഹുക്ക്. ഇദ്ദേഹമാണ് എന്ത് കണ്ടെത്തിയതടാ? 1665 ആദ്യമായി കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം എത്രത്തോളം പ്രാധാന്യമുള്ളൊരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് എന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക് കോശം, ആ കോശത്തെ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ നിങ്ങളിത് എപ്പോഴും ശ്രദ്ധിച്ച് വെക്കുക. ഈ വർഷം 1665 എന്നുള്ള ഈ ഒരു വർഷവും അതുപോലെ റോബർട്ട് ഹുക്കാണ് എന്ത് കണ്ടെത്തിയത്? കോശം കണ്ടെത്തിയത്. ഓക്കെ, ഇത് എവിടെ നിന്ന് വേണമെങ്കിൽ ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് അതിനെ ഓർഡറിലാക്കാനോ അല്ലെങ്കിൽ ഇതിൽ ശരിയായത് ഏത് അങ്ങനെയൊക്കെ PSCക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വർഷമായിരുന്നാലും എന്താണ് റോബർട്ട് ഹുക്കിൻ്റെ സംഭാവനകളെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ? ഇനി ഇദ്ദേഹം എങ്ങനെയാണ് ഈ കോശത്തെ കണ്ടെത്തിയത്?
ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കുമരം, നമ്മൾ മരം ഉണ്ടല്ലോ, ഓക്കുമരത്തിൽ നിന്നെടുത്ത അതിൻ്റെ ആ ഒരു പുറംതോട്, അതാണ് ഇവിടെ കോർക്കിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്, ആ ഒരു പുറംതോടിനെ അദ്ദേഹം എന്ത് ചെയ്തു, ഓക്കുമരത്തിൽ നിന്നെടുത്ത കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കുമരത്തിൽ നിന്നെടുത്ത, ഞാൻ പറഞ്ഞില്ല, ആ ഒരു പുറം ഭാഗം, ആ ഒരു പുറന്തോട് പോലത്തെ ഭാഗത്തിൽ ചെറിയൊരു ഭാഗം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തന്നെ സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മൈക്രോസ്കോപ്പിൻ്റെ അത്രയും വലിയ പവറോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശേഷിയോ ഒന്നും ഉണ്ടായിരിക്കില്ല അന്നത്തെ അദ്ദേഹം ഉപയോഗിച്ച മൈക്രോസ്കോപ്പിന്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞു മൈക്രോസ്കോപ്പ്, അദ്ദേഹം തന്നെ നിർമ്മിച്ച ആ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു മരത്തിൻ്റെ കോർക്കിൻ്റെ ഭാഗം എന്ത് ചെയ്തു, നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അതിൽ എന്താ കണ്ടതെന്ന് നോക്കിക്കേ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ തേനീച്ചക്കൂടിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ തേനീച്ചക്കൂടിൻ്റെ ചെറിയ ഇങ്ങനെ അറകൾ പോലെ, തേനീച്ചക്കൂടിൻ്റെ ചെറിയ അറകൾ പോലെ എന്താണ് അദ്ദേഹം അതിനകത്ത് ആ ഒരു ഉണങ്ങിയ മരത്തിൻ്റെ ചെറിയ കഷ്ണത്തെ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ഈ തേനീച്ചക്കൂടിൻ്റെ ചെറിയ അറകൾ പോലുള്ള ഒരു കൂട്ടം ഇതിന് അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടു. ഓക്കെ, അപ്പോൾ എന്താ, അറകൾ പോലുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഓക്കുമരത്തിൻ്റെ ഈ ഒരു ഉണങ്ങിയ മരത്തിൻ്റെ ആ ഒരു ചെറിയ ഭാഗത്തെ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ തേനീച്ചക്കൂട്ടിൻ്റെ അറകൾ പോലുള്ള ഇങ്ങനെ കൂട്ടത്തോടുള്ള അതിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടു. അതിനെ അദ്ദേഹം ആ ചെറിയ ചെറിയ അറകൾ പോലുള്ള അതിനെ അദ്ദേഹം എന്ത് വിളിച്ചു, സെല്ല എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു, സെല്ല എന്ന് വിളിച്ചു. ഇനി സെല്ല എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ആ ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്, ചെറിയ മുറി. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് സെല്ല എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ചെറിയ മുറി. സെല്ലയാണ് പിന്നീട് എന്തായിട്ട് മാറിയത്, സെല്ലായിട്ട് മാറിയത്. അപ്പം സെല്ല്, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സെല്ല് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്, അതും ചെറിയ മുറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, റോബർട്ട് ഹുക്ക് ഉണങ്ങിയ മരത്തിൽ നിന്നെടുത്ത ആ ഭാഗങ്ങൾ എന്ത് ചെയ്തു, മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അറകൾ പോലുള്ള ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ എന്ത് ചെയ്തു, സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. ആ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥമാണ് എന്ത്, ചെറിയ മുറി. സെല്ലെന്നാണ് ചോദിച്ചാൽ സെല്ലിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്, ചെറിയ മുറി എന്ന് തന്നെ ആണ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത മൈക്രോസ്കോപ്പ് ആണെങ്കിലും ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കോശങ്ങളെ നിരീക്ഷിച്ചത് ആര് തന്നെയാണ്, റോബർട്ട് ഹുക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്, റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് കോശം കണ്ടെത്തിയത് ആര് അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റോബർട്ട് ഹുക്കാണ്. അതുപോലെ റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1665. റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു, ആ അറകള് എന്താണ്, സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാം. ഓക്കെ, അന്ന് ചോദിച്ചാൽ എന്താണ്, ചെറിയ മുറി എന്നുള്ളതാണ്. ഇനി മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും അതിന്റെ അർത്ഥം എന്ത് തന്നെയാണടാ, റോബർട്ട് ഹുക്കാണ്. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മളിപ്പോൾ നേരത്തെ ആദ്യം പഠിച്ചു ജീവശാസ്ത്രം, ഓക്കെ, അതുപോലെ ജന്തുശാസ്ത്രം, സസ്യശാസ്ത്രം അല്ലേ, സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സസ്യശാസ്ത്രം അല്ലെങ്കിൽ ജന്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ജന്തുശാസ്ത്രം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം, അതിൻ്റെ പേരാണ് എന്ത്, കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി. നിങ്ങളുടെ SCERT നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് SCERT NCERT ഫാക്ട്സ് വെച്ചിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിനകത്ത്, അതായത് നമ്മുടെ SCERT 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്നേ പറയുന്നുള്ളൂ. പക്ഷേ PSC ഓപ്ഷൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ സെൽ ബയോളജിയും കോശവിജ്ഞാനിയും ഒന്നും അതിനകത്തില്ല, സൈറ്റോളജി എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സൈറ്റോളജി എന്ന ഓപ്ഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് നമ്മൾ എന്തു പറയുന്നത്, കോശവിജ്ഞാനീയം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് സസ്യശാസ്ത്രം എന്ന് പറയുന്നത് പോലെ കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് എന്ത്, കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി. ഓക്കെ, ഇത് രണ്ടുമാണ് ഇപ്പോൾ പുതിയ ടെക്സ്റ്റിലുള്ളത്. എന്നാലും ഞാൻ പറയുന്നത് ചിലപ്പോൾ PSC ചോദിക്കുമ്പോൾ ഈ കോശവിജ്ഞാനീയവും സെൽ ബയോളജിയും ഒന്നും ആ ഓപ്ഷനിലില്ല, സൈറ്റോളജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? നമ്മുടെ അവിടെ
ജന്തുശാസ്ത്രവും സസ്യശാസ്ത്രവും ഒക്കെ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ആ ഓരോ പിതാക്കന്മാരെയും പഠിച്ചു അല്ലേ. ഇനി ഇവിടെയുണ്ട് ഒരു പിതാവ്. ഓക്കെ, സൈറ്റോളജിയുടെ പിതാവ് അല്ലെങ്കിൽ കോശവിജ്ഞാനീയത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ സെൽ ബയോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചിട്ട് വന്ന റോബർട്ട് ഹുക്കാണ്. ഉറപ്പായിട്ടും അത് അദ്ദേഹം തന്നെ ആയിരിക്കും അല്ലേ, കാരണം കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആവണം അതിൻ്റെ ഫാദർ. ഓക്കെ, ഇനി കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച ഒരു പുസ്തകം. ഓക്കെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോശം ഉണ്ടെന്നും അല്ലെങ്കിൽ കോശത്തിൻ്റെ ഘടന ഇങ്ങനെയൊക്കെ ആണെന്നും ഒക്കെ ചിത്രീകരിച്ച ഒരു പുസ്തകം ആദ്യമായി, അവിടെ ഓർക്കേണ്ടത് ആദ്യമായാണ് കേട്ടോ. പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആദ്യമായിട്ട് കോശത്തിൻ്റെ ഘടന ചിത്രീകരിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? മൈക്രോഗ്രാഫിയ. ഏതാണ്? മൈക്രോഗ്രാഫിയ. ഇനി ഈ മൈക്രോഗ്രാഫി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഏതാണ്ടാ? റോബർട്ട് ഹുക്ക് തന്നെ ആണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 സ്ലൈഡുകളിലായിട്ട് പഠിക്കുന്നത് റോബർട്ട് ഹുക്കിൻ്റെ സംഭാവനകൾ പറ്റിയിട്ടാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് എന്ത്? സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും റോബർട്ട് ഹുക്കാണ്. ഇനി കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയാണ്. ആ മൈക്രോഗ്രാഫിയെ എഴുതിയതും ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക്, നമ്മൾ റോബർട്ട് ഹുക്കിനെ പറ്റി എല്ലാം പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. ആരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഓക്കെ, ആരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. നമ്മൾ റോബർട്ട് ഹുക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ആര്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഇദ്ദേഹം എന്താ ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മുടെ റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണങ്ങിയ ഒരു മരത്തിൻ്റെ ഒരു പുറന്തോടിനെ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടാണ് അറകൾ പോലുള്ള ഭാഗങ്ങൾ കാണുകയും അതിനെ സെല്ല എന്ന് വിളിക്കുകയും ചെയ്തത്. ഓക്കെ, പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. എന്താ ഇദ്ദേഹം ചെയ്തത്? ഇദ്ദേഹം ഒരു കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വെള്ളത്തെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ചുകൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പ് അല്ലേ. നമ്മൾ റോബർട്ട് ഹുക്കിൻ്റെ എന്തായിരുന്നു? റോബർട്ട് ഹുക്കിനെ നിർമ്മിച്ച വളരെ ഇതൊന്നുമില്ലാത്ത, വളരെ എഫിഷ്യൻസി ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു മൈക്രോസ്കോപ്പിലൂടെയാണ് റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തത്? കോശത്തെ നിരീക്ഷിച്ചത്. പക്ഷെ ഇവിടെ അതിനെക്കാട്ടും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിലൂടെ ആര് നിരീക്ഷിക്കുകയാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക് നിരീക്ഷിച്ചു. കുളത്തിൽ നിന്നെടുത്ത വെള്ളത്തിലെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടെത്തിയടാ? സൂക്ഷ്മജീവികളെ കണ്ടെത്തി. അപ്പൊ ജീവനുള്ള സൂക്ഷ്മജീവികളെയാണ് അദ്ദേഹം കണ്ടെത്തിയത് അല്ലേ. അപ്പൊ ജീവനുള്ള കോശങ്ങൾ. അപ്പൊ നമ്മളോട് PSC ചോദിക്കുകയാണ്, ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഓക്കെ, മറ്റേ ആള് കോശത്തെ കണ്ടെത്തി, പക്ഷെ ജീവനുള്ള സൂക്ഷ്മജീവികളാണ് ഇവിടെ കണ്ടെത്തിയത്. അപ്പൊ ജീവനുള്ള കോശം അല്ലെങ്കിൽ ജീവകോശം കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. അതേതായിരുന്നു വർഷം? 1674. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, ഇപ്പോൾ റോബർട്ട് ഹൂക്ക് കോശം കണ്ടെത്തിയ വർഷം, അതുപോലെ തന്നെ ഇപ്പോൾ ആരാണ്? നമ്മുടെ ആന്റൺ വാൻ ലീവൻ ഹോക്ക് ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം കണ്ടെത്തിയ വർഷം 1674. ഇതും നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത് ആരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഓക്കെ, 1674. ഇനി അടുത്ത ആളാണ് മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. ഓക്കെ, ആരാണ്? മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. ഇദ്ദേഹം ജർമ്മൻ ഒരു സസ്യശാസ്ത്രജ്ഞനാണ്. ആരാണ് ഈ സസ്യശാസ്ത്രജ്ഞൻ? സസ്യങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ആളാണ് സസ്യശാസ്ത്രജ്ഞൻ. അപ്പോൾ മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ ആരാണ്? ഒരു ജർമ്മൻ സസ്യശാസ്ത്രജ്ഞൻ ആണ്. ഇനി ഇദ്ദേഹം എന്താ ചെയ്തേ? 1938 ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് സസ്യങ്ങൾ എന്ത് ചെയ്തു? പഠന വിധേയമാക്കി. ഒരുപാട് സസ്യങ്ങൾ എന്ത് ചെയ്തു? പലതരത്തിലുള്ള സസ്യങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു? പഠന വിധേയമാക്കുകയും എന്നിട്ട് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? എല്ലാ സസ്യങ്ങളുടെയും ശരീരം എന്താണ്? കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ്. ജീവനുള്ള കോശം അല്ലെങ്കിൽ ജീവകോശം കണ്ടെത്തിയത് ആരാണ്? ലീവൻ ഹോക്കാണ്. ഇനി മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എന്താണ് കണ്ടെത്തിയത്? ഒരുപാട് സസ്യങ്ങളെ പഠന വിധേയമാക്കുകയും സസ്യങ്ങളുടെ എല്ലാം ശരീരം എന്താണ്? കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? 1938 എന്ത് ചെയ്തു? കണ്ടെത്തി. ഓക്കെ,
ഇനി വേറൊരാളാണ് തിയോഡർ ഷ്വാൻ. ആരാണ്? തിയോഡർ ഷ്വാൻ. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. മറ്റേ ആൾ ആരായിരുന്നു? ജർമ്മൻ സസ്യ ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജന്തു ശാസ്ത്രജ്ഞനാണ്. പേരിൽ തന്നെയുണ്ട് എന്താണ്, ജന്തുക്കളെ ആയിരിക്കാം അദ്ദേഹം പഠനവിധേയമാക്കിയത്. എന്താണ്, എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1839 എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടെത്തി. എങ്ങനെയാണ്? ഒരുപാട് ജന്തുക്കളെ എന്ത് ചെയ്തു? പഠനവിധേയമാക്കുകയും എന്താണ്, അതിൽ നിന്നും ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം 1839 കണ്ടെത്തി. ഓക്കെ, ഇനി 1839 എന്ത് ചെയ്തു? ധാരാളം ജന്തുകോശങ്ങളെ പഠനവിധേയമാക്കുകയും ജന്തുകോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വെച്ച് നിർത്തിയില്ല. അദ്ദേഹം പിന്നെ അതിനെ എന്ത് ചെയ്തു? പഠനം ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം ഒരു കാര്യം കൂടെ കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? ജന്തുകോശങ്ങളെ വീണ്ടും അദ്ദേഹം പഠനം ചെയ്തതിലൂടെ കണ്ടെത്തിയത് ജന്തുകോശങ്ങൾക്ക് നേർത്തൊരു ബാഹ്യസ്തരം ഉണ്ട്. ഓക്കെ, ഇപ്പം ഇതൊരു കോശമാണെങ്കിൽ ഈ കോശത്തിന് എന്താണ്, ഇവിടെ എന്താണ്, ഒരു ബാഹ്യസ്തരം പോലെ ഇവിടെ ഒരു ബാഹ്യസ്തരം ഉണ്ട്, വീണ്ടും ഒരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അഭിപ്രായപ്പെട്ടു. ഇന്ന് അതിനെന്താണ്, പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെയാണ് അതിന് എന്ത് ചെയ്തത്? വിളിക്കുന്നത്. അപ്പോൾ അത് അഭിപ്രായപ്പെട്ടതും ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. അപ്പോൾ തിയോഡർ ഷ്വാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജന്തു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് എന്താ, ജന്തുക്കളുടെ ശരീരം എന്താണ്, കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതും അതുപോലെ തന്നെ ജന്തുകോശങ്ങൾക്ക് എന്തുണ്ട്? പുറമെ ഒരു ബാഹ്യസ്തരമുണ്ട്. ആ ബാഹ്യസ്തരത്തെ പ്ലാസ്മ സ്തരമെന്നും ഇന്ന് നമ്മൾ അതിനെ പ്ലാസ്മ സ്തരം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം ഒരു ജന്തുശാസ്ത്രജ്ഞനാണ്. ഓക്കെ, നമ്മുടെ സസ്യശാസ്ത്രജ്ഞൻ ആരായിരുന്നു? നമ്മുടെ സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള മത്തിയാസ് സ്ലീഡൻ. ഓക്കെ, മത്തിയാസ് സ്ലീഡൻ എന്താ പറഞ്ഞത്? സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ പാട് നോക്കി പോയി. പക്ഷേ അദ്ദേഹം അറിയാതെ എന്ത് ചെയ്തു? അദ്ദേഹം അറിയാതെയല്ല എന്ത് ചെയ്തു? നമ്മുടെ തിയോഡർ ഷ്വാൻ ജന്തുശാസ്ത്രജ്ഞനാണെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെ പഠനങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വെച്ച് നിർത്തിയില്ല. അദ്ദേഹം നേരെ എന്ത് ചെയ്തു? വീണ്ടും സസ്യകലകളിൽ എന്ത് ചെയ്തു? പഠനം നടത്താൻ തുടങ്ങി. ജന്തുശാസ്ത്രജ്ഞനായ ഇദ്ദേഹം സസ്യകലകളിൽ പഠനം നടത്തുകയും കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്നും അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടെത്തി. ഇപ്പോൾ ഇതൊരു സസ്യകോശമാണെങ്കിൽ ഇതൊരു സസ്യകോശമാണെങ്കിൽ എന്താണ്, ഈ സസ്യകോശത്തിന് നേരത്തെ നമ്മൾ അനിമൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കോശസ്തരത്തോടൊപ്പം എന്തുണ്ട്? ഒരു കോശഭിത്തി. കണ്ടോ, ഇങ്ങനെ ഒരു കോശഭിത്തി കൂടി എക്സ്ട്രാ ഉണ്ട് നമ്മുടെ. അത് പക്ഷെ ആർക്കില്ല? നമ്മൾ അനിമൽസിനത് ഇല്ല, അനിമൽ സെല്ലിന് അതില്ല. പക്ഷേ ജന്തുകോശങ്ങൾക്കില്ലാത്ത ഒന്ന് സസ്യകോശങ്ങൾക്കുണ്ട്. അതാണ് കോശഭിത്തി. അദ്ദേഹം സസ്യകലകളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോശഭിത്തി എന്നുള്ളത് സസ്യകോശങ്ങളുടെ പ്രത്യേകതയാണെന്ന് സമീകരിച്ചു. ഓക്കെ, അപ്പോൾ കോശഭിത്തി സസ്യങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരവ് എന്ത് തന്നെയാണ്? തിയോഡർ ഷ്വാൻ ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിർമ്മിതമാണെന്ന് പരികൽപ്പനയ്ക്ക് ഷ്വാൻ രൂപം കൊടുത്തു. ഇനി ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം, ഓക്കെ, എന്താണ് ജന്തുക്കളുടെ ശരീരങ്ങൾ, നമ്മുടെ സസ്യങ്ങളുടെ ശരീരം എന്താണ്? കോശങ്ങൾ കൊണ്ട്, കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾ എന്നിവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് സെൽസ് ചേരുമ്പോൾ എന്താണ്, ഒരുപാട് സെൽസ് ചേരുമ്പോൾ അതെന്തായിട്ട് മാറും? ആ കോശങ്ങളുടെ ഒരു കൂട്ടമായിട്ട് മാറും. ഇതൊരു കോശം, പിന്നീട് വീണ്ടും വീണ്ടും അടുത്തടുത്ത് പിന്നെയും കോശങ്ങൾ വരും. അത് കോശങ്ങളുടെ ഒരു കൂട്ടം. കോശങ്ങളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്താ പറയുക? കലകൾ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഈ ഉൽപ്പന്നങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം എന്താണ്? കോശങ്ങളും അതുപോലെ തന്നെ കലകളും കൊണ്ട് നിർമ്മിതമാണെന്ന് ഷ്വാൻ എന്ത് ചെയ്തു? രൂപം കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മത്തിയാസ് ജേക്കബ് സ്ലീഡൻ, അദ്ദേഹം ഒരു സസ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? സസ്യങ്ങളുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് സ്ലീഡനാണ്. ഇനി
ഷ്വാൻ എന്താ കണ്ടെത്തിയത്? നമ്മുടെ ജന്തുക്കളുടെ ശരീരം എന്താണ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും മാത്രമല്ല അതിനൊരു ബാഹ്യസ്തരം ഉണ്ടെന്നും പിന്നെ എന്താണ് ആ ബാഹ്യസ്തരത്തെ പ്ലാസ്മ സ്തരം എന്നാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത്. പിന്നെ അദ്ദേഹം എന്ത് കണ്ടെത്തി? സസ്യങ്ങളുടെ കോശഭിത്തി എന്ന് പറയുന്നത് സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്നൊക്കെ കണ്ടെത്തി. ഇവർ രണ്ടുപേരും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് കോശ സിദ്ധാന്തമാണ്. ഓക്കെ, സെൽ തിയറി. 19-ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ബലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശ സിദ്ധാന്തമാണ്, സെൽ തിയറി. അപ്പോൾ ഇവർ രണ്ടുപേരും, ഒരാൾ സസ്യങ്ങളുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തി, മറ്റേയാൾ എന്ത് ചെയ്തു? ജന്തുക്കളുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ അവരെന്നെ ചിന്തിച്ചു, എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിദ്ധാന്തം രൂപീകരിച്ചുകൂടെ? അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോശ സിദ്ധാന്തം എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ് ഏത്? കോശവിജ്ഞാനി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച സെൽ ബയോളജി, ഓർമ്മയില്ലേ? സൈറ്റോളജി. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അടിസ്ഥാന സിദ്ധാന്തമാണ് എന്ത്? കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷ്ലീഡനും ഷ്വാനും കൂടെ ചേർന്ന് എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഒരാൾ സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും മറ്റേയാൾ ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോശ സിദ്ധാന്തത്തിൽ ആദ്യം പറയുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? അവർ രണ്ടുപേരുടെയും ഫൈൻഡിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. എല്ലാ ജീവജാലങ്ങളും, ഒരാൾ സസ്യങ്ങളെ പറ്റി പറഞ്ഞു, ഒരാൾ ജന്തുക്കളെ പറ്റി, അപ്പോൾ എല്ലാവരും ആയില്ലേ? സോ എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒന്നോ അതിലധികമോ എന്താണ്? ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികൾ, അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. രണ്ടാമത് എന്താണ്? ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം, യൂണിറ്റാണ് കോശം. ഇത് നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്, അല്ലേ? അതും ഇതിൽ വരുന്നതാണ്. പിന്നെ ഇനി ഇവർ രണ്ടുപേരും ഇത് പറഞ്ഞു ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരുമാണ് എന്ത്? നമ്മളെ ഷ്ലീഡനും ഷ്വാനുമാണ് എന്ത്? സെൽ തിയറി ആവിഷ്കരിക്കുന്നത്. ഓക്കെ, ആ സമയത്താണ് വേറൊരാൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് റുഡോൾഫ് വിർഷോ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? റുഡോൾഫ് വിർഷോ. ഈ റുഡോൾഫ് വിർഷോ എന്താ പറഞ്ഞത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മറ്റവർ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്നൊന്നും എന്ത് ചെയ്തില്ല, അവർ പറഞ്ഞില്ല. ഓക്കെ, സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നൊക്കെ പറഞ്ഞോളൂ. ഈ പുതിയ കോശങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നതെന്നൊന്നും ഇവർ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? റുഡോൾഫ് വിർഷോ എന്ത് ചെയ്തു? ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തു. എന്താണത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. നിലവിലുള്ള കോശം, അതായത് ഇപ്പോൾ ഒരു കോശം ഉണ്ട്. ഓക്കെ, ഒരു കോശമുണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്ത് പിന്നീട് എന്താവുന്നു? അത് വിഭജിച്ച് അതിന് വിഭജനം നടന്ന് 2 കോശമാവുന്നു. പിന്നെ അത് വിഭജിച്ച് പിന്നെ എന്ത് ചെയ്തു? 2 കോശമാവുന്നു. അപ്പം ഇങ്ങനെ നിലവിലുള്ള കോശങ്ങൾക്ക് വിഭജനം സംഭവിച്ചാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആര് പറഞ്ഞത്? റുഡോൾഫ് വിർഷോ പറഞ്ഞത്. അദ്ദേഹം ഇത് പറഞ്ഞത് 1855-ലാണ്. അപ്പം നമ്മുടെ സെൽ തിയറിയിൽ എന്ത് ചെയ്തു? ഇതും കൂടെ എന്ത് ചെയ്തു? അങ്ങ് ആഡ് ചെയ്തു. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ പോയിന്റ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു മൂന്നാമത്തെ പോയിന്റും കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചോദിക്കും, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഷ്ലീഡനും ഷ്വാനും കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ, കോശ സിദ്ധാന്തം കാരണം അദ്ദേഹമാണ് അവസാനം വീണ്ടും ഒരു പോയിന്റ് ആഡ് ചെയ്തത്, അല്ലേ? അപ്പോൾ അദ്ദേഹമാണ് അത് എന്ത് ചെയ്തത്? പരിഷ്കരിച്ചത്. റോബർട്ട് ബ്രൗണിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇത് നോക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. ഓക്കെ, ആരൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം എന്ത് ചെയ്തത്? ആവിഷ്കരിച്ചത്. അതേസമയം കോശ സിദ്ധാന്തം നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ആ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ. ആരാണ്? റുഡോൾഫ് വിർഷോ. ഇനി നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. നമ്മൾ പറഞ്ഞതാണ്.
ഇനി കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം അത് വൈറസുകളാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തില്ലടാ, ഒരു കോശമോ അല്ലെങ്കിൽ ഒരു കോശഘടനയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവർക്ക് എന്തല്ല, ഈ കോശ സിദ്ധാന്തം ബാധകം അല്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റോബർട്ട് ബ്രൗൺ, അവസാനത്തെ ഒരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. ഓക്കെ, ഈ റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ കോശത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു മർമ്മമുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് 1831. ഓക്കെ, അപ്പോൾ നമ്മുടെ കോശത്തിന് അല്ലെങ്കിൽ കോശത്തിന് എന്താണ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, നമ്മുടെ കോശത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മർമ്മമുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട് ബ്രൗൺ. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെച്ച് വയ്ക്കുക. എങ്ങനെ ഇനി ഇവിടെ നിന്ന് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. ആദ്യത്തെ ശാസ്ത്രീയ ഗ്രന്ഥം, ഓക്കെ, ആദ്യത്തെ ശാസ്ത്രീയ ഗ്രന്ഥം ഏതാണ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതേതാണ്? ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. ഏതാണ്? ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. ഓക്കെ, ആദ്യത്തെ ശാസ്ത്രീയ ഗ്രന്ഥമാണ്. ഇനി ഈ ഗ്രന്ഥം ആരാണ് എഴുതിയത് എന്ന ചോദ്യം, അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ, ആരാണ് എഴുതിയത് എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ അത് ആരാണ്? ആൻഡ്രിയാസ് വെസലിയാസ്. ആരാണ്? ആൻഡ്രിയാസ് വെസലിയാസ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും കൂടെ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടെ ഫാക്ട്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം ഏതെഴുതും? സ്ത്രീകളിലെ അണ്ഡകോശം, ഓവം, നമ്മുടെ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അണ്ഡകോശം അല്ലെങ്കിൽ ഓവമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് എന്ന ചോദ്യം വരുന്നത്, ഇത് ഒരുപാട് വട്ടം BSc ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുരുഷന്മാരിലെ പൂംബീജം അല്ലെങ്കിൽ ബീജകോശമാണ്. ഓക്കെ, സ്പേം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. ഇനി സ്ത്രീകളിലെ ചെറിയ കോശം, സ്ത്രീകളിലെ വലിയ കോശം അങ്ങനെയൊന്നും ചോദിക്കത്തില്ല, മനുഷ്യ ശരീരം എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അത് സ്ത്രീകളിലെ അണ്ഡകോശവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അത് പുരുഷന്മാരിലെ പൂംബീജം അല്ലെങ്കിൽ സ്പേം ആണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ കോശം, ഇനി മനുഷ്യനെന്ന് അവിടെ പറയുന്നില്ല. ഓക്കെ, ഏറ്റവും വലിയ കോശം ഏതാണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് ഏതാണ്? ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. ഓക്കെ, ഏറ്റവും വലിയ കോശം ഏതാണടാ? ഒട്ടക പക്ഷിയുടെ മുട്ട. ഇനി ഏറ്റവും ചെറിയ കോശം, ഇനി വരുന്ന എന്താണ്? ഇനി ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കോശം ഏതാണ്? അവിടെ മനുഷ്യനെന്ന് പറയുന്നില്ല, ഏറ്റവും ചെറിയ കോശം എന്നാണ് ചോദ്യം വരുന്നത്. അത് ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. ഓക്കെ, മൈക്കോപ്ലാസ്മ. ഇനി മൈക്കോപ്ലാസ്മ ഓപ്ഷനിലില്ല, പകരം എന്താണ്? ചിലപ്പോൾ ഇതായിരിക്കും കാണുന്നത്, PPLO. PPLO എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, ഇത് വേറെ രീതിയിൽ ഇപ്പം മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന ആണ് എന്ത്? PPLO എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും BSc അത് ചോദിക്കാം. ഇനി അല്ലാതെ നേരിട്ട് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? മൈക്കോപ്ലാസ്മ ഉത്തരമായിട്ട് വരുന്ന രീതിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയാണ്, അതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം, ഇനി ചോദിക്കുന്നത് എന്താണ്? മനുഷ്യ ശരീരം, അവിടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം, നീളം കൂടിയ കോശം, നീളം കൂടിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? നാഡീകോശം. നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂറോൺ എന്ന് പറയും. ഓക്കെ, നാഡീകോശം. നിങ്ങളതിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിൽ, ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു പിക്ചറാണുള്ളത്. അപ്പോൾ നീളം കൂടിയ ഒരു കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഡീകോശം ആണ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ആയുസ് കൂടിയ കോശം, ഈ ഉള്ളതിൽ വെച്ച് ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഉത്തരം എന്താണ്? നാഡീകോശമാണ്. അതിൻ്റെ ഉത്തരം എന്താണ്? നാഡീകോശം ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ഡകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുരുഷന്മാരിലെ പൂംബീജമാണ്. ഇനി ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. ഇനി ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഡീകോശമാണ് അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയും. ഇനി ആയുസ് കൂടിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഉത്തരം എന്ത് തന്നെയാണ്? നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ആണ്.
ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ നേരത്തെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികളെന്ന്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഏകകോശ ജീവികൾ, അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഏകകോശ ജീവികളുടെ ഇംഗ്ലീഷാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇനി ആരാണ് ഈ ഏകകോശ ജീവികൾ? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഏകകോശ. എന്താണ്? ഒരൊറ്റ കോശം, ഒരു കോശം മാത്രമുള്ള ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ആര്? ഏകകോശ ജീവികൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആനയുടെ മനുഷ്യൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവയെ കാണാനായിട്ട് പറ്റില്ല. ഇവയെ കാണണമെങ്കിൽ നമ്മൾ ആരുടെ സഹായം തേടണം? മൈക്രോസ്കോപ്പിൻ്റെ സഹായം തേടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ്. ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. ഇനി ഇതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, അതുപോലെ പാരമീസിയം, പിന്നെ ഏതൊക്കെയാണ്? യൂഗ്ലീന, അമീബ, പിന്നെ ഫംഗസുകളിൽ ഒരുപാട് ഫംഗസുകളുണ്ട്. അതിൽ ഈസ്റ്റ് മാത്രമാണ് എന്ത്? ഒരു ഏകകോശ ജീവി. ബാക്കി ഫംഗസ് ഒക്കെ ബഹുകോശ ജീവികളാണ്. ഓക്കെ, പിന്നെ മൈക്കോപ്ലാസ്മ നമ്മളിപ്പോൾ പഠിച്ചിട്ടല്ലേ വന്നേ. മൈക്കോപ്ലാസ്മ എന്തായിരുന്നു? ഏറ്റവും ചെറിയ കോശങ്ങളത് മൈക്രോപ്ലാസ്മിക്കാണ് ഇപ്പോൾ പഠിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മൈക്രോപ്ലാസ്മ എന്താണ്? ഒരു ഏകകോശ ജീവി ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബാക്ടീരിയ, പാരമീസിയം, യൂഗ്ലീന, അമീബ, ഈസ്റ്റ്, മൈക്കോപ്ലാസ്മ. ഓക്കെ, ഇപ്പോൾ ഏകകോശ ജീവികൾ മനസ്സിലായല്ലോ. ഇനി ബഹുകോശ ജീവികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇവയുടെ പ്രത്യേകത എന്താണ്? നേരെ തിരിച്ചായിരിക്കും അല്ലേ. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ടവ, അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഹുകോശ ജീവികൾ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യനും ജന്തുക്കളും ഒക്കെ വരുന്ന ഏതിലാണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അതിൻ്റെ ഉള്ളിലാണ് അല്ലേ. ധാരാളം കോശങ്ങളുള്ള ബഹുജീവികളെ നമുക്ക് എന്ത് ചെയ്യാം? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും. ഇവയ്ക്ക് എന്തുണ്ട്? നമ്മൾ മനുഷ്യൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ജീവികളെ നമുക്ക് കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉദാഹരണമാണ് സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്. ഓക്കെ, ഈ ജന്തുക്കളിലാണ് നമ്മൾ വരുന്നത് അല്ലേ. മനുഷ്യന്മാർ വരും, സസ്യങ്ങൾ, ജന്തുക്കൾ, പിന്നെ ഈസ്റ്റ് ഒഴികെയുള്ള മറ്റ് ഫംഗസുകൾ. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു ഈസ്റ്റ് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. പക്ഷേ നമ്മുടെ ഈസ്റ്റ് ഒഴികെയുള്ള മറ്റ് ഫംഗസുകളൊക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. പിന്നെ ഹൈഡ്രയെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഹൈഡ്ര എന്താണ്? ഒരു ബഹുകോശ ജീവി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് കോശങ്ങളിലെ വൈവിധ്യം. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കേ. ആദ്യം തന്നെ ഇതെന്താണ്? കവിളിലെ കോശമാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കവിളിലെ കോശം നമ്മൾ മൈക്രോസ്കോപ്പിൽ ചീക്കിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കി നമ്മൾ അതെന്താണെന്നൊക്കെ കണ്ടിട്ടില്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതായിരിക്കും അല്ലേ. അപ്പോൾ കവിളിലെ കോശങ്ങളുടെ രൂപമാണ് ഇത്. ഇതെങ്ങനെയാണ്? ഈ ഒരു രൂപത്തിലാണ് ഈ കവിളിലെ കോശങ്ങൾ ഇരിക്കുന്നത്. ഇനി അടുത്തത് രക്തകോശങ്ങൾ. ഓക്കെ, ഈ രക്തകോശങ്ങൾ അതുപോലെയാണോ ഇരിക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ടല്ലേ. നല്ല വ്യത്യാസമുണ്ട്, ആകൃതിയിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി അടുത്തത് ആരാണ്? നാഡീകോശങ്ങൾ അതുപോലെ തന്നെ ഏകദേശം ഒരു നീണ്ട ഒരു രൂപത്തിലാണ് നാഡീകോശങ്ങൾ. ഇങ്ങനെയാണ് നാഡീകോശങ്ങൾ ഇരിക്കുന്നത്. ഇനി പേശീകോശങ്ങളാണെങ്കിലോ അതും എന്താണ്? ഒരു നീണ്ടൊരു രൂപത്തിലാണല്ലേ പേശീകോശങ്ങളും ഇരിക്കുന്നത്. ഒരു നീണ്ട രൂപത്തിലാണ് പേശീകോശങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരേ ടൈപ്പ് കോശങ്ങളാണോ മനുഷ്യ ശരീരത്തിൽ മുഴുവനുള്ളത്? അല്ല, പല പല രീതിയിലുള്ള പല പല ആകൃതിയിലും ഇവയ്ക്ക് പല ആകൃതിയായിരിക്കും. അതുപോലെ തന്നെ ഇവയുടെ ഫംഗ്ഷൻ, ഇവർ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ ഒരുപാട് എംപ്ലോയീസ് കാണും അല്ലേ, ഒരുപാട് ജോലിക്കാർ കാണും. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പോൾ ഒരു ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു മാനേജർ കാണും, കാഷ്യർ കാണും, ഒക്കെ കാണും. കാഷ്യറിൻ്റെ ജോലിയല്ല മാനേജർ ചെയ്യുന്നത്, മാനേജറുടെ ജോലിയല്ല ബാക്കിയുള്ള അവിടെയുള്ള എംപ്ലോയീസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ എല്ലാം
ഫങ്ഷൻസ്, അവർ ചെയ്യുന്ന ധർമ്മങ്ങളും എന്താണ്, വ്യത്യാസം ഉണ്ട്. നോക്കിക്കേ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇന കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്താണ്, 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ ഉണ്ട്. ഇനി ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ എന്തല്ല, ഒരുപോലെയല്ല. ഇവയെല്ലാം ചെയ്യുന്ന ധർമ്മം ഒന്നല്ല, പലർക്കും പല ഡ്യൂട്ടീസാണ് ഉള്ളത്. ഇനി ആകൃതിയും വ്യത്യാസപ്പെട്ടു, അതും നമ്മളിവിടെ കണ്ടതാണ്. കവിള കോശങ്ങൾ പോലെയല്ല രക്തകോശങ്ങൾ ഇരിക്കുന്നത്, അതുപോലെയല്ല നാഡീകോശങ്ങൾ ഇരിക്കുന്നത്, അപ്പോൾ അതുപോലെയല്ല പേശീകോശങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ആകൃതിയിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതാണ് കോശങ്ങളിലെ വൈവിധ്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മൾ നേരെ എന്ത് ചെയ്യണം, സസ്യകോശം നോക്കുകയാണ്. ഇതാണ് ഒരു സസ്യകോശം. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കോശഭിത്തി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു കോശഭിത്തി എന്ന് പറയുന്നത് സസ്യങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ആ കോശഭിത്തി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ആ കോശഭിത്തി. ഒരു കോശഭിത്തി ഇവിടെ ഉണ്ടല്ലേ, കോശഭിത്തി, ഒരു കോശഭിത്തി ഇവിടെ ഉണ്ട്. ഇനി അപ്പോൾ കോശഭിത്തിയായി. പിന്നെ ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാം, കോശദ്രവ്യം. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ട്, ദ്രവ്യമുണ്ട്. അതിന് മുന്നേ ആയിട്ട് കോശസ്തരം, നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു അല്ലേ, ഒരു ബാഹ്യസ്തരം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കോശഭിത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്, ഒരു കോശസ്തരം കൂടി ഉണ്ട്. കോശസ്തരം വേണ്ട, ഇതാണ് കോശസ്തരം, ഒരു കോശസ്തരം. കോശഭിത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെയുണ്ട് ഒരു കോശസ്തരം കൂടെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കോശദ്രവ്യം, ഇനി ഇതിനകത്ത് എന്തുണ്ട്, ദ്രവ്യമുണ്ട്. ജെല്ലി കണക്കിരിക്കുന്ന ദ്രവ്യമാണ് ഇത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഈ ദ്രവ്യത്തിനകത്താണ് പിന്നെ നമ്മൾ എന്ത് വരുന്നത്, കോശാംഗങ്ങൾ. ഇതിനകത്ത് കുറേ അംഗങ്ങളുണ്ടല്ലേ, ഈ അംഗങ്ങളാണ് ഈ ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയോൺ, പിന്നെ എന്തൊക്കെയാ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓക്കെ, ഹരിതകണം. ഇവയൊക്കെ ഇതിനകത്ത് വരുന്ന കോശ അംഗങ്ങളാണ്. ഓക്കെ, കോശ അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ദ്രവ്യത്തിനകത്താണ് ഈ കോശ അംഗങ്ങൾ. പിന്നെ അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലേ, ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ നിങ്ങൾ നോക്കി വെച്ചോ. ഇതിൽ ഹരിതകണം, എന്താണ് ഈ ഹരിതകണം? ഹരിതകണം എന്ന് പറയുന്നത്, എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്. എന്താണ് എൻ്റെ ഇംഗ്ലീഷ്? ഓക്കെ, ഹരിതകണത്തിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്, ക്ലോറോപ്ലാസ്റ്റ്. ഈ ഹരിതകണമാണ് എന്ത് ചെയ്യുന്നത്, സൂര്യപ്രകാശം എന്നത് അത് ആഗിരണം ചെയ്ത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ടല്ലേ. അപ്പം കൂടുതലും സസ്യങ്ങളുടെ ആ ഒരു തണ്ടുകളിലും ഇലകളിലും ഒക്കെ കാണുന്ന സെൽസിലാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ സാധിക്കുക. എന്താണ് അത്, എന്തിനാണ് സഹായിക്കുന്നത്, ആ ഒരു സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലോറോപ്ലാസ്റ്റ് സഹായിക്കുന്നു. ഇത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതുകൊണ്ടാണ് ഇത്രയും മാത്രം പറഞ്ഞത്. അപ്പോൾ നിങ്ങളിതിൽ ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം നോട്ട് ചെയ്യുക. അതുപോലെ പിന്നെ ആരാണ്, നമ്മൾ ഈ കോശഭിത്തി അല്ലേ, കോശഭിത്തി, പിന്നെ ഏതാണ്, ഫേനം. ഇവർ മൂന്നുപേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിൽ ഈ കോശഭിത്തി, ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ഫേനം എന്നീ ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, ജന്തുകോശങ്ങളിൽ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഫേനം അല്ലെങ്കിൽ വാക്യൂള് നമുക്ക് ജന്തുകോശങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷെ എന്താണ്, വളരെ ചെറിയ ഇതിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ജന്തുകോശത്തിൻ്റെ ഒരു പിക്ചറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫേനം കാണാൻ പറ്റത്തില്ല. പക്ഷെ ചെറിയ രീതിയിലുണ്ട്, പക്ഷെ എന്നാൽ താൽക്കാലികമൊക്കെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ജന്തുകോശമാണ്. നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ട പലരെയും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, അവിടെ കണ്ട പലരെയും ഇവിടെ കാണുന്നുമില്ല. അങ്ങനെ നോക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ കണ്ട കോശഭിത്തി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. കോശഭിത്തി എന്ന് പറയുന്നത് സസ്യങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ കോശഭിത്തി ഇവിടെ ഇല്ല. ഇനി കോശസ്തരം ഉണ്ടല്ലേ, കോശസ്തരം ഉണ്ട്. പിന്നെയോ മർമ്മമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, പിന്നെയോ റൈബോസോം ഉണ്ട്, കോശദ്രവ്യമുണ്ട്, മൈറ്റോകോൺട്രിയോൺ, ഇവരെല്ലാവരും ഉണ്ടല്ലേ. പക്ഷെ അവിടെയുള്ള കോശഭിത്തി എന്തില്ല, ഇവിടെ ഇല്ല. ഇനി നിങ്ങൾ പിന്നെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടോ, ഹരിതകണം ഇവിടെ ഉണ്ടോ? ഇല്ല. ഫേനം നിങ്ങൾ കണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ചെറിയ തോതിലുണ്ട്, പക്ഷെ എന്തല്ല അത് വളരെ താൽക്കാലികവും ചെറുതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ഇനി അവിടെ ഇല്ലാത്ത ആരൊക്കെ ഇവിടെ ഉണ്ടല്ലേ, അവിടെ ഇല്ലാത്ത ആരൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടേ? സെൻട്രോസോം, അവിടെ ഇല്ലാത്ത ഒരാളാണ് സെൻട്രോസോം. അതുപോലെ തന്നെ
ലൈസോസോം. ഓക്കെ, ഈ സെൻട്രോസോമും ലൈസോസോമും സെൻട്രോസോമും ലൈസോസോമും എന്താണ്, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. പക്ഷെ അവിടെയും ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. നമ്മുടെ ഈ ചില ജന്തുകോശങ്ങളിൽ ചില സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഹൈഡ്ര, അതുപോലെ മോസ് പോലുള്ള ചില സസ്യങ്ങളുണ്ട്. അവയിൽ ഈ ലോവർ പ്ലാന്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. ആ ലോവർ പ്ലാന്റ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സെൻട്രോസോം കാണാനായിട്ട് പറ്റും. ഓക്കെ, ലോവർ പ്ലാന്റ്സ് അതൊരു എക്സെപ്ഷൻ കേസാണ്. സെൻട്രോസോം നമുക്ക് ഈ ലോവർ പ്ലാന്റ്സിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെയുള്ള സസ്യങ്ങളിലൊന്നും സെൻട്രോസോമും ലൈസോസോമും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സെൻട്രോസോമും ലൈസോസോമും എന്നീ ഭാഗങ്ങൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ഒരു എക്സെപ്ഷൻ കേസാണ് ഞാൻ പറഞ്ഞത്, ലോവർ പ്ലാന്റ്സിൽ സെൻട്രോസോം കാണുന്നു എന്നുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ പ്ലാന്റ്സിലും വാക്യൂളാണ് ഇതിൻ്റെയൊക്കെ ധർമ്മം എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ധർമ്മം ചെയ്യുന്നത് ആരാണ്, വാക്യൂളാണ് അല്ലെങ്കിൽ ഫേനമാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോശഭിത്തി, ഹരിതകണം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി കോശദ്രവ്യം എന്താണ്, കോശദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം നോക്കാം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. മർമ്മവും അവിടെ നോട്ട് ചെയ്യുക, മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ, മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനകത്ത് വരുന്ന എല്ലാം ഉൾപ്പെട്ടുണ്ട്. അതിന് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന്. നമുക്ക് ആ പിക്ചർ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഈ മർമ്മം ഉൾപ്പെടെ, ഇതിപ്പോൾ കോശസ്തരമാണല്ലേ, ഈ കോശസ്തരത്തിനകത്ത് വരുന്ന മർമ്മം ഉൾപ്പെടെ എല്ലാവരും, കോശദ്രവ്യത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് എന്ത് ജീവദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്, ജീവദ്രവ്യം എന്ന് പറയുന്നത്. ആ ഒരു കോശസ്തരത്തിനകത്ത് വരുന്ന മർമ്മവും ബാക്കി എല്ലാ കോശാംഗങ്ങളും എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ജീവന്റെ അടിസ്ഥാന കണികയാണ് എന്ത്, പ്രോട്ടോപ്ലാസം. ശരീര നിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം. ഓക്കെ, സോ ഒരു സെല്ലിനകത്തുള്ള ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. ഇനി പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്, അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നെങ്കിൽ അത് ആരാണ്, D.H. ഹക്സ്ലി. ആരാണ്, D.H. ഹക്സ്ലി. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നൊരു ചോദ്യമാണ് വരുന്നെങ്കിൽ അത് ആരാണ്, D.H. ഹക്സ്ലി. ഇനി പ്രോട്ടോപ്ലാസം എന്നൊരു പദം എന്നുള്ള ആ ഒരു വാക്ക് അത് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്, J.E. പർക്കിൻജി. ആരാണ്, J.E. പർക്കിൻജിയാണ് പ്രോട്ടോപ്ലാസം എന്നുള്ള പദം രൂപീകരിച്ചത്. അപ്പം എന്താണ് പ്രോട്ടോപ്ലാസത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, മർമ്മവും, നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു പിക്ചർ വരണം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ വരണം. അതിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ആ ഒരു കോശഭിത്തി നമ്മൾ പറഞ്ഞു, അതിനകത്ത് കോശസ്തരം പറഞ്ഞു. ആ കോശസ്തരത്തിനകത്ത് കോശദ്രവ്യത്തിനകത്താണ് എന്ത്, എല്ലാ ആൾക്കാരും കോശാംഗങ്ങളെല്ലാവരും വരുന്നത്. അപ്പം അതിൽ ന്യൂക്ലിയസ് ഉൾപ്പെടെ, മർമ്മം ഉൾപ്പെടെ, ആ കോശദ്രവ്യവും മർമ്മവും ഉൾപ്പെടെ ആ കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ ഘടകങ്ങളെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന കണികയാണ്, ശരീര നിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് എന്ത്, ജീവദ്രവ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, D.H. ഹക്സ്ലിയും. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്, J.E. പർക്കിൻജിയും ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കോശദ്രവ്യം നമ്മൾ നേരത്തെ അതിനകത്ത് കണ്ടതല്ലേ എന്ന് ചോദിക്കും അല്ലേ. അതിലേക്ക് നമുക്ക് വരാം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പിക്ചർ വീണ്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക. ആ ഒരു സെല്ലിനകത്ത് എന്താണ്, മർമ്മം ഒഴികെ, മർമ്മത്തെ നമ്മളെടുത്ത് മാറ്റുകയാണ്. ഓക്കെ, ആ മർമ്മം ഒഴികെ ആ വരുന്ന മൊത്തത്തിൽ കോശദ്രവ്യം ഓൾറെഡി അതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും, കോശദ്രവ്യത്തിനകത്താണ് ബാക്കിയുള്ള നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ റൈബോസോം, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും കോശദ്രവ്യത്തിനകത്താണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരെ മൊത്തത്തിൽ ആ ന്യൂക്ലിയസിനെ അങ്ങ് എടുത്ത് മാറ്റി, ആ മർമ്മത്തിനെ അങ്ങ് എടുത്ത് മാറ്റി ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരൊറ്റ പേര് പഠിച്ചാൽ പോരെ, കോശദ്രവ്യം. അതിനകത്ത് വരുന്ന എല്ലാ സാധനങ്ങളെയും എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ കോശദ്രവ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ,
ഇനി കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നാണ് പിക്ചറിൽ, എന്താണ് കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ജെല്ലി പോലുള്ള ആ ഒരു വെള്ളം പോലെ ജെല്ലി പോലുള്ള ഒരു ദ്രാവകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതിനകത്താണ് ബാക്കിയുള്ള നമ്മുടെ പറഞ്ഞ കോശാംഗങ്ങളെല്ലാം വരുന്നത്. ഇനി ഇതെല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഈ കോശദ്രാവകത്തിനകത്താണ് എന്ത് ബാക്കിയുള്ള എല്ലാം, ഞാൻ പറഞ്ഞ റൈബോസോമും എൻഡോപ്ലാസ്മിയം റെറ്റിക്കുലം ഇവരെല്ലാവരും കോശദ്രവത്തിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവയെ അവയുടെ സ്ഥാനം എവിടെയാണോ അവിടെ തന്നെ നിർത്തുകയും അതുപോലെ തന്നെ നിരവധി രാസപ്രവർത്തനങ്ങളുടെ പല പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മുടെ സെല്ലിലൊക്കെ, അപ്പോൾ അതിനെല്ലാം ഒരു മാധ്യമം ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണ്, ഈ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, ഇനി ക്ലോറോപ്ലാസ്റ്റ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഹരിതകണം, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രോകാരിയോട്ടുകൾ അല്ലെങ്കിൽ യൂകാരിയോട്ടുകൾ. എന്താണ് പ്രോകാരിയോട്ടുകൾ അല്ലെങ്കിൽ യൂകാരിയോട്ടുകൾ? ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടാണ് വന്നല്ലേ. അപ്പോൾ ഈ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ പോലുള്ള ജീവികളിൽ എന്തില്ല, കോശത്തിന് എന്തില്ല, ആ കോശത്തിനകത്ത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ഇത്തരം ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പം മർമ്മമില്ല, ആ ഒരു സെല്ലിനകത്ത് കോശത്തിനകത്ത് മർമ്മമില്ലാത്ത ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മറക്കരുത്, കാരണം ഇതും PSCക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ പോലുള്ള ജീവികളുടെ കോശത്തിൽ എന്തില്ലടാ, മർമ്മമില്ല, ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ടാണ് അവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂകാരിയോട്സോ, അമീബ. ഓക്കെ, അതുപോലെ ജന്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വരും അല്ലേ, മനുഷ്യൻ ഉൾപ്പെടെ എല്ലാവരും വരും. പിന്നെ സസ്യങ്ങൾ, ഇവിടെയൊക്കെ കോശങ്ങളിൽ എന്താണ്, നമ്മളിപ്പോൾ സസ്യകോശവും ജന്തുകോശവും കണ്ടിട്ടാണ് വരുന്നത്. അവിടെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട്, ന്യൂക്ലിയസ് കണ്ടു അല്ലേ. അപ്പോൾ സസ്യങ്ങളുടെ കോശങ്ങളിലും ജന്തുക്കളുടെ കോശങ്ങൾ അല്ലെങ്കിൽ അമീബ പോലുള്ളവയുടെ കോശങ്ങളിൽ എന്തുണ്ട്, ഒരു കൃത്യമായിട്ട് ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതെങ്ങനെയാണ്, വെറും മർമ്മമാണോ, സ്ഥലത്താൽ ആവരണം ചെയ്ത ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയ ആ ഒരു സ്ഥലം, ആ ന്യൂക്ലിയസിന് എന്തുണ്ട്, ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട, എല്ലാവർക്കും സ്ഥലമുണ്ട് കേട്ടോ. അതിനകത്തുള്ള നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും എന്തുണ്ട്, സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു റൈബോസോമിന് മാത്രമാണ് എന്ത്, ഒരു സ്ഥലം ഇല്ലാത്തത്. ബാക്കിയുള്ള ഭൂരിഭാഗം പേർക്കും സ്ഥലമുണ്ട്. അപ്പം ഒരു സ്ഥലത്താൽ ആവരണം ചെയ്ത എന്താണ്, ഒരു വ്യക്തമായ മർമ്മം എന്തിലുണ്ട്, ഈ പറയുന്ന അമീബ, അതുപോലെ ജന്തുക്കൾ, സസ്യങ്ങൾ ഇവയുടെയൊക്കെ കോശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു അല്ലേ. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, യൂകാരിയോട്സ്. എന്താണ്, ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ്, ഒരു ഭാഗത്ത് എന്താണ്, അവരുടെ സെല്ലിൽ എന്തില്ല, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല. മറ്റേ ഭാഗത്ത് എന്താണ് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു, യൂകാരിയോട്ടുകളെന്നും. അതുപോലെ മർമ്മം ഇല്ലെങ്കിൽ, സെല്ലിനകത്ത് മർമ്മം ഇല്ലെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു, പ്രോകാരിയോട്സ് എന്നും വിളിക്കുന്നു. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമ്മൾ യൂകാരിയോട്ടിലെ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ നോക്കുകയാണ്. എന്താണ്, മർമ്മത്തെ കൂടാതെ ഒരു യൂകാരിയോട്ടിക് കോശത്തിൽ സ്ഥരാവരണമുള്ള ഓർഗനല്ലേ ഉണ്ട്. ഓക്കെ, നമ്മൾ യൂകാരിയോട്ടിക് കോശങ്ങളിൽ എന്തൊക്കെയാണ് പഠിച്ചത്, ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ എന്തില്ല, മർമ്മം കാണപ്പെടുന്നില്ല. അവയെ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. യൂകാരിയോട്സ് എന്താണ്, അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയുടെ ശരീരത്തിൽ എന്താണ്, ഒരു സ്ഥലത്താൽ ആവരണം ചെയ്ത ഒരു എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ മർമ്മമുണ്ട്. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ എന്തെയാണ് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, മർമ്മത്തെ കൂടാതെ യൂകാരിയോട്ടിക് കോശത്തിൽ ഇനി മർമ്മമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. യൂകാരിയോട്ടിക് കോശത്തിൽ എന്തുണ്ട്, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തുണ്ട്, അതിനകത്ത് ഓർഗനല്ലേസും ഉണ്ട്. എന്താണ്, സ്ഥരാവരണമുള്ള ഓർഗനല്ലേസും അതിൽ ഉണ്ട്. മർമ്മത്തോടൊപ്പം തന്നെ സ്ഥരാവരണമുള്ള ഓർഗനല്ലേസും ഉണ്ട്. ഏതൊക്കെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, അതുപോലെ ലൈസോസോമുകൾ, മൈറ്റോകോൺഡ്രിയകൾ, ഫെനങ്ങൾ മുതലായ എല്ലാവരും എന്തുണ്ട്,
ഏതിലുണ്ട്? യൂക്കാരിയോട്ട് കോശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു പ്രോകാരിയോട്ട് കോശത്തിൽ എങ്ങനെയായിരിക്കും? സ്തരാവരണമുള്ള മർമ്മമോ മറ്റു കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മോളി പറഞ്ഞ ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിയ റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോമോൾ, മൈറ്റോകോൺഡ്രിയ ഇവയൊന്നും എവിടെ കാണത്തില്ലടാ? പ്രോകാരിയോട്ടിക് കോശത്തിൽ. അപ്പം മർമ്മം മാത്രമല്ല പ്രോകാരിയോട്ടിക് കോശത്തിൽ കാണാത്തത്, പകരം ആരും കൂടി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് സ്തരാവരണമുള്ള കോശാംഗങ്ങളും എവിടെയില്ല? ഈ പറയുന്ന പ്രോകാരിയോട്സിൽ ഇല്ല. പക്ഷേ ഒരാൾ മാത്രമുണ്ട്. ആരാണ്? റൈബോസോം. നമ്മൾ ആ സെല്ലിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ട് ഓർമ്മയുണ്ടായിരിക്കും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും പിന്നെ ഏതാണ് ഗോൾജി കോംപ്ലക്സും ഇവയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനൊപ്പം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്? റൈബോസോം. നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടല്ലേ? ആ റൈബോസോം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് പ്രോകാരിയോട്ടിക് കോശത്തിൽ കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ന്യൂക്ലിയസ് ഇല്ല, പിന്നെ ബാക്കിയുള്ള കോശാംഗങ്ങൾ ആരും തന്നെ ഇല്ല, സ്തരാവരണമുള്ള ഒരു കോശാംഗങ്ങളും ഇല്ല, പക്ഷെ റൈബോസോം മാത്രമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു, സ്തരാവരണമുള്ള കോശാംഗങ്ങളാണ് ഇവിടെ ഇല്ലാത്തത്. പ്രോകാരിയോട്ടിക് കോശത്തിൽ റൈബോസോമിന് എന്തില്ലടാ? സ്തരാവരണം ഇല്ല. ഒരു ആവരണം പോലെ എന്തില്ല? ഒരു സ്തരാവരണം ആർക്കില്ല? റൈബോസോമിന് ഇല്ല. അതുകൊണ്ടാണ് റൈബോസോം ഏതിൽ കാണുന്നത്? പ്രോകാരിയോട്ടിക് കോശത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മർമ്മവും കോശാംഗങ്ങളും ഒന്നും ഇല്ലെങ്കിലും ആരുണ്ട്? റൈബോസോം അതിനകത്ത് ഉണ്ട്. ഇനി കാരണം എന്താണ്? റൈബോസോമിന് സ്തരാവരണം ഇല്ല. റൈബോസോമിന് എന്തില്ല? സ്തരാവരണം ഇല്ല. ഇനി യൂക്കാരിയോട്ടിക് പ്രോകാരിയോട്ടിക് കോശത്തിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു കോശാംഗം ആരാണ്? പിന്നെ എങ്ങനെയായിരിക്കും ഒരു ചോദ്യം വരുന്നത്? യൂക്കാരിയോട്ടിക്കിലും പ്രോകാരിയോട്ടിക് കോശത്തിലും ഒരുപോലെ കാണുന്ന ഒരു കോശാംഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റൈബോസോമാണ്. കാരണം എന്താണ്? റൈബോസോമിനെ നമുക്ക് പ്രോകാരിയോട്ടിക് കോശത്തിലും കാണാം, യൂക്കാരിയോട്ടിക് കോശത്തിലും കാണാം. ഇനി മർമ്മത്തെ നമുക്ക് ഈ രണ്ട് കോശത്തിലും കാണാൻ സാധിക്കുമോ? ഇല്ല. മർമ്മം നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല? പ്രോകാരിയോട്ടിക് കോശത്തിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ സ്തരാവരണമുള്ള കോശാംഗങ്ങൾ അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കൂ? നമുക്ക് യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ. പ്രോകാരിയോട്ടിക് കോശത്തിൽ അതില്ല. പ്രോകാരിയോട്ടിക് കോശത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്തരാവരണമില്ലാത്ത റൈബോസോം അതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോകാരിയോട്ടിക് യൂക്കാരിയോട്ടിക് കോശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു. ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പ്രോകാരിയോട്സിന് എക്സാമ്പിളാണ്. അതുപോലെ അമീബയും പിന്നെ ജന്തുക്കളും സസ്യങ്ങളും ഇവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? യൂക്കാരിയോട്സിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. എന്താണ് യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ? വ്യക്തമായൊരു സ്ഥലത്താൽ ആവരണം ചെയ്ത ഒരു മർമ്മമുണ്ട്. പ്രോകാരിയോട്സിന് എന്തില്ല? മർമ്മമില്ല. മർമ്മം മാത്രമല്ല, കോശാംഗങ്ങൾ സ്ഥലത്താൽ ആവരണം ചെയ്ത എന്താണ്? കോശാംഗങ്ങളും ആർക്കില്ല? പ്രോകാരിയോട്സിനില്ല. പക്ഷേ യൂക്കാരിയോട്സിന് എന്തുണ്ട്? ഈ ഒരു സ്ഥലത്താൽ ആവരണം ചെയ്ത കോശാംഗങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ യൂക്കാരിയോട്സിന് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രോകാരിയോട്സും യൂക്കാരിയോട്സും ക്ലിയർ അല്ലേ? യൂക്കാരിയോട്ടിക് പ്രോകാരിയോട്ടിക് കോശത്തിൽ ഒരുപോലെ കാണപ്പെടുന്ന ഒരേ ഒരു കോശാംഗം ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? റൈബോസോമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അത് അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം കോശം എന്താണെന്നുള്ളത് പഠിച്ചല്ലേ? കോശം എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ അതിനകത്ത് വരുന്ന കുറച്ച് സയൻറ്റിസ്റ്റുകൾ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ഇനി കോശം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ റോബർട്ട് ഹുക്കിനെ പറ്റി പഠിച്ചു. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഉള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഇദ്ദേഹമാണ് എന്ത് ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തിയെന്നും പിന്നെ എന്ത് ചെയ്തു? സെല്ല എന്ന് അദ്ദേഹം വിളിച്ചു. അതിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നുള്ളതാണെന്നും പിന്നെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യം കോശങ്ങളെ നിരീക്ഷിച്ച ആരാണെന്ന് ചോദിച്ചാൽ അതും റോബർട്ട് ഹുക്കാണ്. പിന്നെ നമ്മൾ സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം അതിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇതൊരു പഠനശാഖയാണ്. ഇതിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ഈ മൈക്രോഗ്രാഫിയ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഉത്തരം എന്താണ്? റോബർട്ട് ഹുക്കാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആൻഡൻ വാൻ ലീവൻ ഹോക്കിനെ പറ്റി നമ്മൾ പഠിച്ചു. ലീവൻ ഹോക്ക് എന്താണ്? ജീവനുള്ള ആ ഒരു ജീവകോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ലീവൻ ഹോക്കാണെന്ന് നമ്മൾ പഠിച്ചു 1674. പിന്നെ നമ്മൾ മത്തിയാസ് ജേക്കബ് ഷ്ലീഡനെ പറ്റി പഠിച്ചു. ഷ്ലീഡൻ എന്താണ്? ഒരു ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനാണെന്നും അദ്ദേഹമാണ് സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1838 കണ്ടെത്തിയതെന്നും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. പിന്നെ
തിയോഡർ ഷ്വാനിനെ പറ്റി നമ്മൾ പഠിച്ചു. തിയോഡർ ഷ്വാനൻ ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം 1839 കണ്ടെത്തി. പിന്നെ കോശങ്ങൾ അദ്ദേഹം പഠന വിധേയമാക്കുകയും ജന്തുക്കൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ടെന്നും അതിനെ അദ്ദേഹം പ്ലാസ്മാ സ്തരം എന്ന് വിളിക്കുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം നേരെ പോയി സസ്യകോശങ്ങളെയും കൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൻ്റെ ഫൈൻഡിങ്സിൽ അദ്ദേഹം കണ്ടുപിടിച്ചു? സസ്യങ്ങളുടെ കോശങ്ങൾ ഈ സസ്യകലകളിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ സസ്യകോശങ്ങളിൽ മാത്രമുള്ള പ്രത്യേകതയാണ് കോശഭിത്തി എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോശ സിദ്ധാന്തത്തെ പറ്റി നമ്മൾ പഠിച്ചു. കോശ സിദ്ധാന്തത്തിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? എല്ലാ ജീവജാലങ്ങളും ഒന്നോ രണ്ടോ അതിലധികം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതും, പിന്നെ അതിൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതെന്നുള്ളതും, പിന്നെ അതിൽ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പോയിന്റ് അദ്ദേഹം ആഡ് ചെയ്ത പോയിന്റാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആഡ് ചെയ്തത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. പിന്നെ മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചത് MJ സ്ലീഡൻ, തിയോഡർ ഷ്വാൻ ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുഡോൾഫ് വിർഷോ ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ആദിശാസ്ത്രീയ ഗ്രന്ഥത്തെ പറ്റിയൊക്കെ നമ്മൾ നോക്കി. പിന്നെ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം സ്ത്രീകളുടെ അണ്ഡകോശമാണെന്നും മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂംബീജമാണെന്നും അതുപോലെ ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നും പിന്നെ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയാണെന്നും പിന്നെ ഏറ്റവും നീളം കൂടിയ കോശവും ഏറ്റവും ആയുസ് കൂടിയ കോശവും ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും പറ്റി പഠിച്ചു. അതിന് ഓരോരുത്തരും നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഏതൊക്കെയാണ്? ബാക്ടീരിയ, പാരമീസിയം, യൂഗ്ലീന, അമീബ, പിന്നെ ഈസ്റ്റ്, ഫംഗസിലെ ഈസ്റ്റ്, മൈക്കോപ്ലാസ്മയൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണെന്നും. പിന്നെ നമ്മൾ ബഹുകോശ ജീവികളെ പറ്റി പഠിച്ചു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കോശങ്ങൾ, അതായത് ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് നമ്മൾ ബഹുകോശ ജീവികളെന്ന് വിളിക്കുന്നതെന്നും അതുപോലെ ഈ ബഹുകോശ ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു. ഏകകോശ ജീവികളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നും. പിന്നെ ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ സസ്യങ്ങളെയും ജന്തുക്കളെയും ഈസ്റ്റ് ഒഴികെയുള്ള ഫംഗസുകളെയും ഹൈഡ്രേനെയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കോശങ്ങളിലെ വൈവിധ്യം, ഇതിലെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 200-ൽ പരം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഓക്കെ, ഈ കോശങ്ങളിൽ ആകൃതി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവയുടെ ധർമ്മവും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് ഉള്ളത്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സസ്യകോശത്തെ പറ്റിയും അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ടെന്നും ഹരിതകണം എന്താണെന്നും ഫേനത്തെ പറ്റിയും കോശഭിത്തി സസ്യങ്ങളുടെ മാത്രം പ്രത്യേകതയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ജന്തുകോശത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. അതിനകത്ത് നമ്മൾ ലൈസോസോമിനെ പറ്റിയും സെൻട്രോസോമിനെ പറ്റിയും പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കോശദ്രവ്യം, മൈറ്റോകോൺഡ്രിയ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു മർമ്മം, ആ ഒരു പടം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. മർമ്മവും ആ കോശദ്രവ്യത്തിനകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും, കോശാംഗങ്ങളെല്ലാം കൂടെയും ചേർത്ത് നമ്മൾ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് D.H. ഹക്സ്ലി ആണ്. ഇനി പ്രോട്ടോപ്ലാസം എന്നുള്ള പദം രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് J.E. പാർക്കിൻജി ആണ്. ഇനി കോശദ്രവ്യം എന്താണെന്ന് പറഞ്ഞു? മർമ്മം ഒഴികെ ആ ഒരു കോശദ്രവ്യം മൊത്തത്തിൽ അറിയപ്പെടുന്നത്, ആ ഒരു മർമ്മം ഒഴികെയുള്ള ബാക്കിയെല്ലാം അതിനകത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാവരെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് എന്ത്? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് കോശദ്രവ്യമെന്നും അതെന്ത് ചെയ്യുന്നു? ആ കോശാംഗങ്ങൾ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, അപ്പോൾ ഒരുപാട് കോശാംഗങ്ങളെ പറ്റി പറഞ്ഞല്ലേ. ഇവയെല്ലാം യഥാസ്ഥാനത്ത് നിർത്തുകയും പിന്നെ രാസപ്രവർത്തനങ്ങളുടെ ഒരു മാധ്യമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കോശദ്രവ്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രോകാരിയോട്സിനെയും യൂക്കാരിയോട്സിനെയും പറ്റി പറഞ്ഞു. എന്താണ്? മർമ്മം, ഒരു സ്തരാവരണത്തോട് കൂടിയ മർമ്മം ഇല്ലാത്ത ജീവികളാണ് ആര്? പ്രോകാരിയോട്ടുകൾ. ഇനി ഇവയ്ക്ക് എന്തില്ല? കോശാംഗങ്ങളുമില്ല, സ്തരാവരണത്തോട് കൂടിയ കോശാംഗങ്ങളുമില്ല. പക്ഷേ ഇവയ്ക്ക് എന്തുണ്ട്? റൈബോസോം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. യൂക്കാരിയോട്സ് ആണെങ്കിൽ എന്താണ്? സ്തരത്താൽ ആവരണം ചെയ്ത ഒരു മർമ്മമുണ്ട്, അതോടൊപ്പം തന്നെ സ്തരത്താൽ ആവരണം ചെയ്ത കോശാംഗങ്ങളും ഇവയ്ക്കുണ്ട്. നമ്മൾ റൈബോസോമിനെ പറ്റി പറഞ്ഞു. റൈബോസോം നമുക്ക് പ്രോകാരിയോട്സിലും യൂക്കാരിയോട്സിലും കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൊണ്ടുവച്ചു എന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രോകാരിയോട്ടിക് കോശത്തിൽ എന്താണ്? കോശാംഗങ്ങൾ കുറവാണ്.
ഇനി കോശാംഗങ്ങൾക്ക് സ്ഥരാവരണമില്ല, സ്ഥരാവരണമുള്ള മർമ്മം ഇല്ല. ഇനി യൂക്കാരിയോട്ട് കോശം വരുമ്പോൾ കൂടുതൽ കോശാംഗങ്ങൾ, സ്ഥരാവരണത്തോട് കൂടിയ കോശാംഗങ്ങൾ, സ്ഥരാവരണമുള്ള മർമ്മം ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മളിനി ഓരോ കോശാംഗങ്ങളെ പറ്റി പഠിച്ചല്ലേ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെ കുറേ കോശാംഗങ്ങളിലെ മറ്റേ സെൻട്രോസോം, ലൈസോസോം, ഇതിനെ പറ്റിയും ജന്തുകോശം അല്ലെങ്കിൽ സസ്യകോശം ഇതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.